അങ്ങനെ ആരുടെ എതിർപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛന് കുറച്ച് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ മോളെ ഈ ഫീൽഡിലോട്ട് വിടണോ വേണ്ട. അതെനിക്ക് തോന്നുന്ന എല്ലാ പേരൻസിനും ഉള്ളതാണ്. മോഡലിംഗ്, ആക്ടിങ്, ആ ഫീൽഡ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറച്ച് പേടി വരുന്ന ഫീൽഡാണ്. പക്ഷെ ഞാനിപ്പം 2 വർഷമായി മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോ ഈ കോമ്പറ്റീഷൻ ജയിച്ചു. എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ പറയുന്നത് എല്ലാ ഫീൽഡിലും, സ്റ്റാർട്ടിങ് ഫ്രം കോർപ്പറേറ്റ്സ് ടു ഗവൺമെന്റ് ഓഫീസേഴ്സ് മുതൽ എല്ലാ ഫീൽഡിലും ഉണ്ട് ആ ചീത്ത ആൾക്കാർ, നല്ല ആൾക്കാർ. ഇത് നമ്മളുടെ പുറത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആരുടെ കൂടെ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ട്രഡീഷണൽ ഫാമിലിയിൽ നിന്ന് ആയതുകൊണ്ട് എന്റെ അമ്മ അച്ഛനും എന്നോട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു എന്റെ ലിമിറ്റ്സ് എവിടെയാണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട. പിന്നെ ഞാൻ മിക്കവാറും എന്റെ ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മയെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എതിർപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല. ഇൻഫാക്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാവരുടെയും പ്രാർത്ഥനകളും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ്. പിന്നെ ദൈവാനുഗ്രഹം അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഭാവി എന്ന് പറയുന്നത് എനിക്കിപ്പം വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എനിക്ക് മിസ് വേൾഡിന്റെ കോമ്പറ്റീഷൻ മാത്രമേ അതെന്റെ മുമ്പിലുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും. ഫുൾ 100% കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി അക്സെപ്റ്റ് ചെയ്യും. ബോളിവുഡ് മാത്രമല്ല, എനിക്ക് മലയാളം ഫിലിംസും ഇഷ്ടമാണ്, തമിഴ് ഫിലിംസും ഇഷ്ടമാണ്, തെലുഗു ഫിലിംസും ഇഷ്ടമാണ്, ഹോളിവുഡ് വരെ. എനിക്ക് തോന്നുന്നില്ല ഒരു ഫീൽഡിന് വേണ്ടിയിട്ട് തന്നെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണ്ട് എനിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ഐ വിൽ എക്സ്പ്ലോർ എവറി പോസിബിൾ ഫീൽഡ്. അവരോട് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ടാലന്റ് ഉണ്ട്, എന്നിട്ട് പേരൻസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫീൽഡായാലും, മോഡലിംഗ് മാത്രമല്ല ഏത് ഫീൽഡായാലും നമുക്ക് അതിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. മോഡലിംഗിൽ വരാൻ ആഗ്രഹമുള്ള പെൺപിള്ളേരോട് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. യു ഹാവ് ടു ബി കെയർഫുൾ. ബിക്കോസ് എല്ലാ ഫീൽഡിലും ഉണ്ട് ആൾക്കാരും നല്ല ആൾക്കാരും. അപ്പം നമ്മളുടെ പുറത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നു, ഏത് വഴിയിലൂടെ പോകണം. അത് നമ്മളുടെ ഡിസിഷനാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, നമ്മുടെ തന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് എക്സ്ട്രാ കെയർ. പിന്നെ കഴിയുന്നിടത്തോളം അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആരുടെയും കൂടെ പോകണം, വേറെ ഒന്നുമില്ല. ആൻഡ് ബി യുവർ സെൽഫ്. ഫേക്ക് ആവാൻ പാടില്ല. നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതാണ് ആൾക്കാരെ കാണിക്കേണ്ടത്. അല്ലാതെ വരുത്തി ആക്ടിങ് ചെയ്തിട്ട് അങ്ങനല്ല. You be yourself and be your best. ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകാറുണ്ട്. അമ്മയും അച്ഛനും അനിയനും എല്ലാവരും കൂടെയാണ് നാട്ടിൽ പോകുന്നത്. മിക്കവാറും ഞങ്ങൾ വിഷുവിന്റെ സമയത്താണ് നാട്ടിൽ പോകുന്നത്. അവിടെ ഞങ്ങളുടെ ദേവിയുടെ അമ്പലമുണ്ട് മാടപ്പള്ളിയിൽ. അവിടെ ഭയങ്കര ഉത്സവമാണ് വിഷുവിന് കാവടി അതൊക്കെ ഉണ്ട് അവിടെ. അത് കാണാനായിട്ട് ഞങ്ങൾ പോകും. എല്ലാ വർഷവും പോകുമായിരുന്നു. 2-3 വർഷമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. പിന്നെ അവിടെ നാട്ടിലാണ് ഞങ്ങളുടെ കൂടുതലും റിലേറ്റീവ്സ് ഉള്ളത്. അമ്മയുടെ സൈഡിലെ റിലേറ്റീവ്സ് ആണെങ്കിൽ അച്ഛൻ്റെ സൈഡിലെ റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും നാട്ടിലാണ്. മിക്കവാറും എല്ലാവരും അവിടെയാണ് ഉള്ളത്. അപ്പം എനിക്ക് അവിടെ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നാട്ടിൽ പോകുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത് എല്ലാ അമ്പലങ്ങളിലും പോകുന്നതാണ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നാട്ടിലെ നാടൻ രീതിയിലുള്ള അവരുടെ ആർക്കിടെക്ചർ, അവരുടെ ഹിസ്റ്ററി, പിന്നെ ഓരോരോ അമ്പലത്തിന്റെ കൺസ്ട്രക്ഷൻ, അതൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആണ്. അത് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യൻ കൾച്ചർ തന്നെ ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് കൾച്ചറാണ്. അപ്പം എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. അവിടുത്തെ അമ്പലത്തിൽ പോവുക, അവിടുത്തെ സ്ഥലങ്ങൾ കാണുക. എനിക്ക് തോന്നുന്നത് കേരള ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ടു ബി. അത് നല്ലൊരു സ്ഥലമാണ്. അവിടെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവിടെ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അന്ധവിശ്വാസം അങ്ങനൊന്നുമില്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാല ഇടണം എന്ന് എന്നെക്കാളും കൂടുതൽ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഇതുവരെ സാധിച്ചില്ലായിരുന്നു. അപ്പൊ അത് മിസ്സിന്റെക്ക് മുമ്പ് നടത്തണം എന്ന് അതങ്ങനെ ആ സമയത്താണ് അത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് ആറ്റുകാൽ പൊങ്കാല ഇട്ടപ്പോൾ ഒബ്വിയസ്ലി എന്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു, മെസ്സിന്റെ ക്രൗൺ ജയിക്കണമെന്ന്. അപ്പൊ അത് ജയിച്ചു. എന്റെ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് ഒരാൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ. അത് ദൈവാനുഗ്രഹം, പിന്നെ മൂത്തവരുടെ അനുഗ്രഹം, പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക്,
പിന്നെ കറക്റ്റ് സമയം. അത് സമയം ശരിയല്ലെങ്കിൽ നമ്മളുടെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് ശരിയല്ല. അപ്പൊ അത് മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജയിച്ചു. അതാണ് എന്റെ വിശ്വാസം. പ്രേക്ഷകരോട് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. മിസ് ഇന്ത്യ ക്രൗൺ ജയിച്ച് ഞാൻ എല്ലാ മലയാളികളുടെ അഭിമാനം കൂട്ടിയെന്നാണ് എന്റെ വിശ്വാസം. അത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ മിസ് വേൾഡ് ജയിച്ചു കഴിഞ്ഞിട്ട് മലയാളികളുടെ അഭിമാനമായി മാറണം. അതുകൂടാതെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരുടെയും ലോകത്തുള്ള എല്ലാ ഇന്ത്യൻസിന്റെയും അഭിമാനമായി മാറണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ ഒപ്പം എന്നും വേണം.